ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ വൺ പീസിലെ തന്നെ ഏവരും ചർച്ച ചെയ്യുന്ന ഡോമി റിവേഴ്സിയെ പറ്റിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഏവർക്കും കോമിക് വണ്ടേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 1164 നിങ്ങൾ എല്ലാവരും വായിച്ചു കാണും. റോക്സിനെ എങ്ങനെയാണ് വൺ പീസിൻ്റെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടതെന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. റോക്സ് ഡി സെബക്ക് എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്ന നമ്മളിലേക്ക് ഡേവി ഡി സെബക്കിലേക്കുള്ള ട്രാൻസിഷൻ അപാരമായിരുന്നു. ഇമു എന്തുകൊണ്ടാണ് ബ്ലാക്ക് ബേർഡിൻ്റെ വാണ്ടഡ് പോസ്റ്റേഴ്സ് കീറിക്കളഞ്ഞത് എന്നുള്ളതിൻ്റെ കാരണം ഇന്ന് റോക്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. ബ്ലാക്ക് ബേർഡ് റോക്സിൻ്റെ മകനാണെന്നും ഡേവി ക്ലാനിലെ അവസാന മെമ്പറുമായതിനാൽ ഇമുവിൻ്റെ പവേഴ്സിനെ മാത്രമല്ല ഇമുവിൻ്റെ സാമ്രാജ്യത്തെ പോലും തച്ചു തകർക്കാൻ തക്ക പവർഫുള്ളാണ് ബ്ലാക്ക് ബിയർഡ്. എന്നാൽ റോക്സിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ ഇമു മനഃപൂർവ്വം റോക്സിനെ തൻ്റെ ഹോംലാൻഡായ ഗോഡ് വാലിയിൽ എത്തിക്കുകയായിരുന്നു. കാരണം എന്തെന്നാൽ ഡേവി ക്ലാൻ മെമ്പേഴ്സിലെ എല്ലാവരും വിൽ ഓഫ് ഡി ക്യാരി ചെയ്യുന്നവരാണ്. ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഡേവി ഡി ജോൺസ് എന്ന പവർഫുള്ളായൊരു വ്യക്തിയായിരുന്നു ആ വേൾഡിൻ്റെ കിങ് എന്ന് റോക്സ് മെൻഷൻ ചെയ്തിരുന്നു. കൂടാതെ ഈ ഡേവി ക്ലാൻസിലുള്ളവർക്ക് ഇമുവിൻ്റെ ഇമ്മോർട്ടാലിറ്റിയെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇമുവിന് തൻ്റെ എതിരാളികളായി വരാൻ ചാൻസ് ഉള്ളവരെ എല്ലാം ഇല്ലാതാക്കുക എന്നതാണ് പതിവ്. ജോയ് ബോയ് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇമു എഗ്ഹഡിലേക്ക് 5 എൽഡേഴ്സിനെ അയച്ചെങ്കിലും ലൂഫിയെ അത്രത്തോളം നല്ലൊരു ചാൻസ് കിട്ടിയിട്ടും സെയിൻ സാറ്റേന് ഇല്ലാതാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ദേഷ്യത്തിൽ സാറ്റേണെ എന്താണ് ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഗ്രേറ്റ് വാർ നടക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്ന ഇമു റോക്സിനെയും റോക്സിൻ്റെ ലിനേജിനെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് കൃത്യമായി ഇമുവിന് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് കൂമ ടീച്ചനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അവിടെ നിന്നും തൻ്റെ ഡെവിൾ ഫ്രൂട്ട് പവേഴ്സ് ഉപയോഗിച്ച് എങ്ങോട്ടേക്കോ പറഞ്ഞയച്ചിരിക്കുന്നു. കൂടാതെ റോക്സിനെ ഡോമി റിവേഴ്സിലേക്ക് എത്തിക്കുകയും ഒരു ഡീമനാക്കി മാറ്റുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചാപ്റ്റർ 1150 ഡോമി റിവേഴ്സി ആദ്യമായി കാണിക്കുന്നത്. ഗുങ്കോവിനെ എൽബാഫിൽ ഒരു ദൗത്യത്തിനായി പറഞ്ഞയച്ച ഇമുവിന് അവർക്കത് കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഗുങ്കോവിൻ്റെ മേൽ തൻ്റെ പവേഴ്സ് പ്രോസസ്സ് ചെയ്യുകയും ഡോമി റിവേഴ്സി ആക്ടിവേറ്റ് ആക്കി ഡോറിയെയും ബ്രോഗീനെയും ഒരു ഡീമണാക്കി മാറ്റുകയും അവരിലൂടെ എൽബാഫിൻ്റെ കൺട്രോള് താൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഗോഡ് വാലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതാണ്. ഇമുവിനാവശ്യം ഗ്രേറ്റ് വാരിയേഴ്സ് ആയിരുന്നവരെ തൻ്റെ സോൾജേഴ്സ് ആക്കി മാറ്റുക എന്നതാണ്. ഇങ്ങനെ ഡീമനായി മാറുന്നവർ തങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ട് ഒരു ഭീകര രൂപിയായി മാറുന്നു. കൂടാതെ ഇമ്മൻസ് സ്ട്രെങ്തും പവർഫുൾ ഹാക്കി പവേഴ്സും കൈവരിക്കുന്ന ഇവരെ പരാജയപ്പെടുത്തുക എന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമായി മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന റോക്സ് എങ്ങനെയും തന്നെ ഒന്ന് ഡിഫീറ്റ് ചെയ്യൂ എന്ന് ഗാർപ്പിനോടും റോജറിനോടും അപേക്ഷിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ റോക്സ് കടന്നു പോകുന്നത്. മറ്റൊരു തിയറി പറയുന്നതനുസരിച്ച് ഡോമി റിവേഴ്സി ആർക്കുമേലാണോ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ തൻ്റെ ഹോംലാൻഡിൽ വെച്ച് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ എന്നൊരു തിയറി കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെറാൾഡ്, റോക്സ് തുടങ്ങിയവരെ തങ്ങളുടെ ഹോംലാൻഡിൽ വെച്ച് ഇങ്ങനെ ഡോമി റിവേഴ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇതിൽ പെട്ടുപോകുന്ന ഒരാൾക്ക് തങ്ങളുടെ ക്യാരക്ടേഴ്സ് ഫ്ലിപ്പാകുന്നു. എങ്ങനെയെന്നാൽ ഹ്യൂമനിൽ നിന്ന് ഡീമനിലേക്ക്. കൂടാതെ ഇതിൻ്റെ ഫുൾ കൺട്രോളും ഇമുവിൻ്റെ കൈകളിലായിരിക്കും. അതിലൂടെ ഇമുവിൻ്റെ ഒരു പാവയെ പോലായി മാറുകയാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഗൈസ്, ഗോഡ് വാലി ഏകദേശം അവസാനിക്കാറായി. അതിലൂടെ റോക്സ് എത്രത്തോളം പവർഫുൾ ആയിരുന്നെന്നും റോക്സിൻ്റെ മകനാണ് ടീച്ചെന്നും കൂടാതെ അവർ ലെജൻഡറി ക്ലാനായ ഡേവിയിൽ പെട്ടവരാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങളിൽ എത്ര പേർക്ക് ഡേവി ഡി സെബക്കിനെ ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അനിമെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്